സർ, ഒരു അഭിമുഖത്തിൽ സാർ തന്നെ പറയുകയുണ്ടായി ഏറ്റവും അംബീഷ്യസ് ആയിട്ട് സമീപിച്ച ഒരു പ്രൊജക്റ്റാണ് ഈ മെമ്മറീസ് എന്നുള്ളതെങ്കിൽ. അപ്പോൾ ആ ഒരു പ്രൊജക്റ്റിനെ പറ്റി, മെമ്മറീസ് എന്നുള്ള സിനിമയെപ്പറ്റി സംവിധായകൻ്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ. തീർച്ചയായിട്ടും ഇത് വളരെ അംബീഷ്യസ് ആയിട്ട് ഞാൻ ഇത് ചെയ്ത ഒരു പ്രൊജക്റ്റാണ്. കാരണം അതിന് പല കാര്യങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ കാര്യം, ഈ സ്ക്രിപ്റ്റ് മമ്മി ആൻഡ് മീയുടെ സ്ക്രിപ്റ്റ് എഴുതി കഴിഞ്ഞ് എൻ്റെ കൂട്ടത്തിൽ എഴുതി വെച്ചതാണ്. അതായത് മമ്മി ആൻഡ് മീയുടെ ഷൂട്ട് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഇത് റെഡിയായിരുന്നു. രാജു പറഞ്ഞിട്ട് തന്നെ അന്ന് റെഡിയായി വെച്ചതാണ്. പിന്നീട് ഞാനിങ്ങനെ ഓരോ പടങ്ങൾ ചെയ്യുന്നത് ഡിഫറെൻ്റ് ആവണം, ഒരു പാറ്റേൺ ഫോളോ ചെയ്യരുത് എന്ന് ആഗ്രഹമുള്ളതുകൊണ്ട് മമ്മി ആൻഡ് മീ കഴിഞ്ഞ് ചെയ്യാമെന്ന് കരുതിയിരുന്നു. അപ്പോഴാണ് മൈ ബോസ് പെട്ടെന്ന് കയറി വന്നത്. അപ്പോൾ അതൊരു ഹ്യൂമർ സിനിമ, ആ ഒരു ജോണർ കഴിഞ്ഞിട്ട് ചെയ്യാം. കാരണം ഈ പടത്തിന് ഒരു സാധാരണ നമ്മൾ മലയാളത്തിൽ എന്താ പറയുക, ഇപ്പം ഞാൻ മെമ്മറീസ് എന്ന് പറഞ്ഞ കഥ, നിങ്ങൾ ആ സിനിമ കാണുമ്പോൾ ആ കഥ സാധാരണ മലയാളത്തിൽ അങ്ങനെ ഒരു കഥ സമീപിക്കുന്ന രീതിയിലല്ല എന്നെ ചെയ്തിരിക്കുന്നത്. ഒരുപക്ഷെ പലർക്കും തോന്നാം ഇതൊരു ആക്ഷൻ ചിത്രമാണോ, അല്ല, അങ്ങനെയൊക്കെ പല സംശയങ്ങളുണ്ടാകുമായിരിക്കും. ഇത് വേറൊരു പ്രത്യേക മൂഡിലായി സിനിമ ചെയ്ത് വെച്ചിരിക്കുന്നത്. അതിൻ്റെ മേക്കിങ്ങിന് കുറേ ഏരിയകളുണ്ട്. അതുപോലെ തന്നെ അത്രയും ഹോംവർക്ക് ചെയ്യാൻ വേറെയും കാര്യം, ഇതിൻ്റെ റീറെക്കോർഡിങ്, അതൊക്കെ അങ്ങനത്തെ ഒരു ഏരിയ. അതിനൊക്കെ ഒത്തിരി ഹോംവർക്ക്. ശരിക്കും ഞങ്ങൾ ഈ പടത്തിന് വേണ്ടി സൗണ്ട് സ്ക്രിപ്റ്റ് ഉണ്ടാക്കി. ഹോളിവുഡിലൊക്കെ ചെയ്യുന്ന ഒരു ഇതാണ് എന്ന് എഴുതി അതല്ല, പക്ഷേ ഞങ്ങളുടെ ഒരു എളിയ ശ്രമം. അപ്പോൾ അതിൻ്റെ ആർആറൊക്കെ കുറച്ച് ലൈവ് എടുത്ത്, ഇപ്പോൾ ലൈവ് ഭയങ്കര എക്സ്പെൻസീവാണ്, പണ്ടത്തെ പോലെയല്ല. എങ്കിലും ഇതിൻ്റെ ചെറിയ ഏരിയയിൽ അത് അത്യാവശ്യമാണെന്ന് മനസ്സിലാക്കി. അനിൽ ജോൺസൺ എന്ന് പറഞ്ഞൊരു പേര്. അപ്പം വളരെ എന്താ പറയുക, അങ്ങനത്തെ ഒത്തിരി ഹോംവർക്കുകൾ നടത്തി വളരെ എഫേർട്ട് ഇട്ട് ചെയ്തിരിക്കുന്ന ഒരു സിനിമയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് അത്രയും എഫേർട്ട് ഇടുമ്പോൾ പിന്നെ പല ദിവസങ്ങളിലും രാവിലെ ഷൂട്ടിംഗ് തുടങ്ങിയാൽ പിറ്റേ ദിവസം രാവിലെയാണ് പാക്കപ്പ് ചെയ്യുന്നത്. മഴയുണ്ട്. അങ്ങനെ ശരിക്കും ഞങ്ങൾ കഷ്ടപ്പെട്ട് ഷൂട്ട് ചെയ്ത് അത്യാവശ്യം നല്ല കഷ്ടപ്പാടുണ്ടായിരുന്ന ഒരിതാണ്. അതാണ് അത്രയും അംബീഷ്യസ് ആയിട്ട്. സാറിൻ്റെ ആദ്യത്തെ ചിത്രം ഡിറ്റക്റ്റീവ് ഒരു ത്രില്ലർ ജോണിലുള്ള ഒരു ഫിലിം. അതിനുശേഷം മമ്മി ആൻഡ് മീ തീർത്തും ഒരു കുടുംബ ചിത്രം. പിന്നീട് വന്ന മൈ ബോസ് ഒരു കോമഡി ഫാമിലി ചിത്രം. ഇപ്പോൾ വീണ്ടും പൃഥ്വിരാജിൻ്റെ ഒരു പോലീസ് കഥാപാത്രം. ഈ ഒരു ഫോർമാറ്റ് വ്യത്യാസങ്ങൾ മനഃപൂർവ്വം കൊണ്ടുവരുന്നതാണോ അതോ കഥയ്ക്കനുസരിച്ച് യാദൃശ്ചികമായി സംഭവിക്കുന്നതാണോ? ഇല്ല, നമ്മളിപ്പോൾ ഒരു എന്താ പറയുക, മമ്മി ആൻഡ് മീ കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ മമ്മി ആൻഡ് മീ പോലത്തെ സബ്ജക്റ്റുകളും ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനത് വേണ്ട, അതിനെ റിപ്പീറ്റ് ചെയ്യണ്ട. മൈ ബോസ് ഒരു വൻ വിജയമായപ്പോൾ സ്വാഭാവികമായിട്ടും അത് എല്ലാവർക്കും പറ്റുന്നതാണ്. നമുക്കൊന്ന് ടെംപ്റ്റഡ് ആവും, ആ ഹിറ്റ് വന്നു, അപ്പോൾ അതുപോലത്തെ ഒന്ന് ചെയ്താലോ, അപ്പോൾ അത് ബോധപൂർവ്വം വേണ്ട എന്ന് മാറ്റിപ്പിടിക്കാം. അതിനകത്ത് റിസ്ക് ഉണ്ട്. കാരണം മൈ ബോസ് എന്ന് പറയുന്ന ഒരു സിനിമ കണ്ടിട്ട് ആ പ്രേക്ഷകരുടെ ഒരു ആ മനസ്സിൽ മൈ ബോസ് നിൽക്കുമ്പോൾ ഞാൻ അടുത്ത പടമായിട്ട് വരുമ്പോൾ അതുപോലത്തെ ആയിരിക്കും എന്ന് പറയും. പക്ഷേ ഏത് ജോണറിൽ ചെയ്താലും അത് പ്രേക്ഷകരെ എൻ്റർടൈൻ ചെയ്യും. തിയേറ്ററിൽ നിന്ന് ബോറടിക്കരുത്. അവർക്ക് എൻ്റർടൈൻ ചെയ്യും. അതിനകത്തൊരു പിന്നെ മെമ്മറീസിനകത്ത് കുറച്ചുകൂടെ റിയലിസ്റ്റിക് ആയിട്ടാണ് ഞങ്ങൾ അപ്രോച്ച് ചെയ്തിരിക്കുന്ന കഥ. അതിൻ്റെ ക്യാരക്ടറൈസേഷൻ രാജു അസാധ്യമായിട്ട് ചെയ്തിട്ടുണ്ട്. രാജുവിൻ്റെ ക്യാരക്ടറൈസേഷൻ. അപ്പോൾ എന്താ പറയുക, ഒരു ഇത് കഴിയുമ്പോൾ ഇന്ന ജോണർ ചെയ്യണം അങ്ങനെ ഡിസിഷൻ എടുത്തില്ലെങ്കിലും ചെയ്തത് ഇതിൽ നിന്ന് മാറി വേറെ ഏതെങ്കിലും ഒരെണ്ണം ചെയ്യണം. ജിത്തു ജോസഫ് എന്നുള്ള സംവിധായകൻ തീരെ ടൈപ്പ് കാസ്റ്റ് ചെയ്യപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറയുമ്പോൾ അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഇപ്പം മലയാള സിനിമ എനിക്ക് തോന്നുന്നു ആർട്ടിസ്റ്റും ശരിക്കും അത് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഞാൻ മേരിക്കുമ്പോൾ അത് പറഞ്ഞത് ചെയ്ത ഒരേ ടൈപ്പായി പോകാതിരിക്കുക. അങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഉദാഹരണം ഞാൻ പറയും, ഹിന്ദിയിലൊക്കെ ഹീറോ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾ തന്നെ ഇടയ്ക്ക് വില്ലൻ വേഷം ചെയ്യും. അങ്ങനെ കഴിയുമ്പോൾ റൈറ്റർക്ക് ഭയങ്കര ഈസിയാണ്. ഇതിപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ മലയാളത്തിൽ ചില ക്യാരക്ടേഴ്സ് വരുമ്പോൾ, ചില ആർട്ടിസ്റ്റ് ചില ക്യാരക്ടർ വരുമ്പോൾ അറിയാം, ഓക്കെ ഇത് നെഗറ്റീവാണ്, കോമഡിയാണ്, അത് ഉണ്ടാവരുത്, അത് മൊത്തത്തിൽ പൊളിക്കണം. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ കഥകൾ പല രീതിയിൽ പറയാം. പ്രേക്ഷകന് തന്നെ ഒരു സസ്പെൻസ് അല്ലെങ്കിൽ ഒരു പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ എൻ്റെ സിനിമ ഞാൻ എൻ്റെ ആഗ്രഹമായിട്ട് പറഞ്ഞത് അതുപോലെ ആവണമെന്നല്ല, ആവുമെന്ന് എനിക്കറിയില്ല. ഓക്കെ, ജിത്തു ജോസഫ് ഒരു സിനിമയായിട്ട് വരുന്നു, അദ്ദേഹം ഏത് ടൈപ്പ് കഥയാണ് പറയുന്നത് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റരുത്, അല്ലെങ്കിൽ ആ കഥ എങ്ങോട്ട് വന്ന് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോഴാണ് തിയേറ്ററിൽ ഇരിക്കുന്നവർക്കൊരു രസം. അതിനകത്ത് എല്ലാ സിനിമയ്ക്കകത്തൊരു ക്യൂരിയോസിറ്റി ഫാക്ടറുണ്ട്. അത് ഹ്യൂമർ സിനിമയാണെങ്കിലും എന്ത് സംഭവിക്കാൻ പോകുന്നു. അപ്പോൾ ഒരു പ്രഡിക്റ്റബിൾ ആകരുത് എൻ്റെ സിനിമ എന്നൊരു ആഗ്രഹമുണ്ട്. ഇപ്പോൾ ഈ സിനിമയെക്കുറിച്ച് നെറ്റിലും പലയിടത്തും പല വിമർശനങ്ങളും പല രീതിയിൽ ഇതൊക്കെ വന്നിട്ടുണ്ട്. ട്രെയിലർ കണ്ടിട്ട് സ്ലോ പേസ്ഡ് ആണ് ഇതാണ്, പക്ഷേ സിനിമ കാണുമ്പോൾ ഇതൊന്നുമല്ല. അപ്പോൾ ആ പ്രഡിക്റ്റബിലിറ്റി ഒഴിവാക്കി കളയുക എന്നുള്ളതാണ് എൻ്റെ ശ്രമം.